ഓക്കെ, നമ്മളെ മലയാളികൾ എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും സിനിമകളൊക്കെ സ്വീകരിക്കുന്നവരാണ്. ഏത് ഭാഷയിലുള്ളതാണെങ്കിലും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതൊരു പ്രത്യേക ക്വാളിറ്റിയാണ് നമ്മളുടെ. അപ്പോൾ ഈ അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് വരുന്നത് പോലെ അന്യഭാഷാ ചിത്രങ്ങളിലെ മനോഹരമായ പാട്ടുകൾ മലയാളത്തിൽ വന്ന ഒരു സമയമാണ് 2005, 2006 കാലഘട്ടം. അപ്പോൾ ആ സമയത്ത് ഞാനും രാനത്തെയും ചേർന്ന് പാടിയ മൊഹബത്തിൻ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റീമേക്കിംഗ് ആൽബമായ എന്നും നിനക്കായി പാടാം, ആ ഡുയിറ്റ് സോങ് ആണ്. നല്ല അച്ഛനമ്മമാരെ ഉമ്മാനെയും പാപ്പാനെ ഒന്നും കരയിച്ചിട്ടില്ലാത്ത മാന്യമായ പ്രണയം, ആത്മാർത്ഥമായ പ്രണയത്തെ, മരിക്കാത്ത ആത്മാർത്ഥമായ, ആർക്കും ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ലാത്ത പ്രണയം സ്വീകരിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്നലെ ഞാനും സുനിതയും കൂടി അഭിനയിച്ച ഒരു ചിത്രം, കുറേ മുമ്പുള്ള, എൻ്റെ ഏറ്റവും കൂടുതൽ ആൽബങ്ങളിൽ എൻ്റെ പെയറായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണല്ലോ. റജിലാക്ക് വളരെ പ്രിയപ്പെട്ടൊരു നായിക. ബാക്കിയുള്ളവരൊക്കെ ഇഷ്ടമല്ല എന്നല്ല, പിന്നെ ജീവിച്ചു പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊരുത്തപ്പെടുന്ന മുപ്പരി. അപ്പോൾ ഇത് പിന്നെ വീട്ടിലുള്ള ഒരാളെ പോലെ കാണുന്നതാണ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സുനിതയ്ക്ക് തുടക്കം മുതലേ ഒരു കാമുകനുണ്ട് അവളെ കെട്ടാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാനും ട്രൈ ചെയ്യാണ്ടിരുന്നത്. ഇന്നലെ കമൻസിൽ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു താഴത്ത്, നിങ്ങൾ ഈ കുട്ടിയുടെ കൂടെ ഒളിച്ചോടി എന്ന് പറയുന്നത്. ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്, പക്ഷെ നടന്നില്ല. കാരണം രജിലേഷ് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാനത് ഇട്ടപ്പോൾ, ആ ഫോട്ടോ ഇട്ടപ്പോൾ 1000-ലധികം കമൻറ്റുകളാണ് നമുക്ക് സപ്പോർട്ട്. അത്രയും ജനങ്ങൾ നമുക്ക് ചെറിയൊരു മീഡിയ ആയിട്ട് പോലും നമുക്ക് സ്വീകാര്യത തന്നുള്ളൂ. ആ കൂട്ടത്തിൽ നിങ്ങളിൽ പലരും ഉണ്ടാവും. ഇപ്പം നടന്നു വരുമ്പോൾ ഇവിടുന്ന് ആരോ ഒന്ന് എൻ്റെ കൈക്കൊരു മുത്തം തന്നു, ഒരു ചെറിയ മോൻ. അടിപൊളി. നമ്മളതൊന്നും അർഹിക്കുന്നില്ല, പക്ഷേ അത്രയും സ്വീകാര്യത നിങ്ങളെ ഹൃദയങ്ങളിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ 10-20 കൊല്ലമായിട്ട് നിൽക്കുമ്പോഴും ഒരുപാട് അഭിമാനമാണ്. ഈ അഭിമാനത്തോടു കൂടി പാട്ട് സമർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. കണ്ണിൽ നീ, നെഞ്ചിൽ നീ, ഓർമ്മയിൽ നീ മാത്രമെന്നും. നീയില്ലാതെ ഞാനില്ല തോഴി.
ആരും അറിയാതെ കാതിൽ പറയാതെ അഴകേ നിൻ ചൊടിയിൽ പ്രണയം പകരാം ഞാൻ. നാലാളും കാണ്ടേ ഞാൻ നിന്നെ എൻ സഖിയാക്കും. हमको हमी से चुरा लो, दिल में कहीं तुम छुपा लो. हम अकेले हो न जाए, दूर तुमसे हो न जाए. पास आओ गले से लगा लो. La 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 la. കവിളിൽ കളഭം പകരാം ഞാൻ. रब राजी दिल राजी. जानो देख लो मिट गई दूरियां, मैं यहाँ हूँ यहाँ हूँ यहाँ हूँ. कैसी सरहदें कैसी मजबूरियां, मैं यहाँ हूँ यहाँ हूँ यहाँ हूँ यहाँ. मर भी जाऊँ यार वाले, मिट भी जाऊँ प्यार वाले. जिंदा रहती है उनकी मोहब्बतें, जिंदा रहती है अपनी मोहब्बतें. ആഘോഷത്തിലേക്ക് അഭിമാന നിമിഷത്തിലേക്കായി എത്തുകയാണ്. വെള്ളിത്തിരയിൽ മിന്നി നിറയുന്ന ഒരുപാട് വ്യത്യസ്തമേറിയ കഥാപാത്രങ്ങൾ നമുക്കായി ഒരുക്കിയ നമ്മുടെ സ്വന്തം ശ്വേത മേനോൻ ചെമ്മാടിന്റെ മണ്ണിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ലൂബിക വെഡിങ്ങിന്റെ ആഘോഷത്തിലേക്കായി എത്തുകയാണ്. താങ്ക് യു സോ മച്ച് ഷാഫിക. താങ്ക്സ് എ ലോട്ട്. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് നൽകിയതിന് എസ്പെഷ്യലി നമ്മുടെ സ്വന്തം ഷേജ. ഒരുപാട് സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ ലൂബിക വെഡിങ്ങിന്റെ ആഘോഷത്തിലേക്കായി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ ഞങ്ങളുടെ സ്വന്തം ചേച്ചി, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ ശ്വേത മേനോൻ
ഇന്ന് ഈ സന്തോഷത്തിലേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. മൊത്തത്തിലൊരു ബോളിവുഡ് ലുക്ക് ആവട്ടെ എന്ന് കരുതി ശ്വേതാജി. അപ്പൊ അതുകൊണ്ട് പാട്ടും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും, അപ്പൊ SRKയുടെ സോങ്ങും പെർഫോമൻസും സീക്വൻസും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ശ്വേതാജി ഇങ്ങോട്ട് നടന്നു വന്നത്. അപ്പം എനിക്ക് തോന്നി ബോളിവുഡിലും ഒരുപാട് ഫാൻസ് ഉള്ള, ഒരുപാട് ആരാധകരുള്ള ഒരാളാണ്. പിന്നെ മലയാളത്തിൻ്റെതായപ്പോൾ ഞങ്ങളുടെ സ്വന്തമായെന്ന് ഞങ്ങൾക്ക് പറയാം. അത് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് പറയാം, സ്നേഹത്തോടു കൂടി പറയാം. ലുക്കിംഗ് സോ ഗോർജിയസ് ആൻഡ് എപ്പോഴും കാണുന്ന പോലെ ഒരു മാറ്റമില്ല ശ്വേതാജിക്ക്. ഒരുപാട് സ്നേഹം. നമുക്കിന്ന് ശ്വേതാജിയോടൊപ്പം തന്നെ ലൂമിക വെഡിങ്ങിൻ്റെ ഇതിനെ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന, വളരെ വളരെ സ്നേഹിക്കുന്ന, ഡെഡിക്കേഷനോട് കൂടി ഇതിൻ്റെ മാനേജ്മെൻറ്റ് ടീമിനെ കൂടി ഞാൻ ഈ ചടങ്ങിലേക്കായിട്ട് ക്ഷണിക്കുകയാണ്.